ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ആദ്യമേ തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒത്തിരി സ്നേഹം മാത്രം. കാരണം എൻ്റെ ഒരു ചാനൽ വളരെ ചെറിയ ചാനലാണ്, പക്ഷേ എൻ്റെ വീഡിയോസ് നിങ്ങൾ കാണുന്നുണ്ട്, നിങ്ങളുടെ കമൻസ് നിങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും നന്ദി. നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾ പലരും ആഗ്രഹിച്ചിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കാം. മറ്റൊന്നുമില്ല, അനീഷ് വ്ളോഗ് എന്ന് പറഞ്ഞിട്ടൊരു വ്ളോഗർ ഉണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ നമ്മുടെ യൂട്യൂബ് ചാനലും കൂടാതെ അദ്ദേഹം അപ്ലോഡ് ചെയ്തിട്ടുള്ള കുറച്ച് വീഡിയോസും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോയിൽ ഞാൻ ആദ്യം ഒന്ന് ഷെയർ ചെയ്യാം. മറ്റൊന്നിനുമല്ല, അദ്ദേഹം ആരാണ് എന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഏതായാലും അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഇതാണ് അനീഷ് വ്ളോഗ് എന്ന് പറയുന്നത്. അനീഷ് വ്ളോഗിൻ്റെ പേജാണ് നിങ്ങൾ ഈ കാണുന്നത്. തൊട്ട് താഴോട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ അനീഷ് വ്ളോഗിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും രേണു സുധിക്കാണ്. രേണു സുധി എന്ന് മാത്രമേ ഉള്ളൂ ഇദ്ദേഹത്തിൻ്റെ കണ്ടന്റ്. വേറെ വീഡിയോസില്ല. ഇദ്ദേഹം ഈ ലോകത്തല്ല ജീവിക്കുന്നത്. ഇദ്ദേഹം ജീവിക്കുന്നത് 24 മണിക്കൂറും രേണു സുധിനെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു 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 കാമുകൻ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഉറക്കത്തിലും ഊണിലും ഫുള്ള് രേണു സുധിനെ മാത്രം ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ഫുൾ വീഡിയോസ് രേണു സുധിക്ക് വേണ്ടിയാണ്, വേറെ എക്സ്ട്രാ ഒരു വീഡിയോസ് ഇല്ല. പിന്നെ നമ്മുടെ തംബ്ലൈൻ പറയേണ്ട ആവശ്യമില്ല. അതായത് എന്താണ്, ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ്, ഈ ഭയങ്കര ഒന്നുമില്ലാത്തതിനെ, വെറും ശൂന്യമായതിനെ എന്തൊക്കെയോ ഉണ്ട്, എന്തോ നിധി ഉണ്ട് എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്ത് വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന അനീഷ് വ്ളോഗ് എന്ന് പറയുന്നത്. അപ്പോൾ അനീഷിൻ്റെ പ്രൊഫൈൽ എടുത്ത് നോക്കി ഏത് വീഡിയോക്കിടെ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യാം എന്നിങ്ങനെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അനീഷ് ലാസ്റ്റായിട്ട് അപ്ലോഡ് ചെയ്തൊരു വീഡിയോ ഉണ്ട്, നമ്മുടെ രേണു സുധിക്കെതിരെയുള്ള ഒരു വീഡിയോ. ഈ ഒരു വീഡിയോയ്ക്ക് തന്നെ കമൻറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ നിങ്ങളുടെ മുന്നിലോട്ട് വന്നിട്ടുള്ളത്. അതിനു മുന്നേ ഞാനൊരു കാര്യം പറയാം. നിങ്ങൾക്കൊക്കെ ആൺമക്കളുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇത്തരം തെമ്മാടിത്തരം കാണിക്കുന്നവ ആ ഒരു തരത്തിൽ കുഞ്ഞുങ്ങളെ എത്തിക്കാതിരിക്കുക. കാരണം ഇങ്ങനെയുള്ളവരെ പോലെയൊന്നും നമ്മുടെ കുഞ്ഞുങ്ങളായിട്ട് ഒന്നും നേടാനില്ല. കാരണം ഒരു പെൺകുട്ടിയുടെ ജീവിതം വച്ച് ഇത്രയും പബ്ലിക്കലി പിച്ച് ചീന്തി അതിൽ നിന്നും സുഖം കണ്ടെത്തി, ആനന്ദം കണ്ടെത്തി, അത് മറ്റുള്ളവരിലോട്ട് എത്തിച്ച് അവരുടെ കമൻസ് വായിച്ച് അതിൽ നിന്ന് സന്തോഷം കിട്ടി ആ ഒരു പെൺകുട്ടിയുടെ ജീവിതം കൊണ്ട് മാത്രം ചെലവ് കഴിയുന്നതും കുടുംബം നോക്കുന്നതുമായ ഒരു വ്യക്തിയാണ് ഈ പറയുന്ന അനീഷ് എന്ന് പറയുന്ന വ്യക്തി. നമുക്ക് എന്തായാലും അദ്ദേഹത്തിന്റെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോ കണ്ടിട്ട് നമുക്ക് ബാക്കി കമൻസിലോട്ട് വരാം. കുഞ്ഞും എന്റെ ലൈഫിലേക്ക് ഇങ്ങനെ 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 കുഞ്ഞും എന്റെ ലൈഫിലേക്ക് ഇങ്ങനെ 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 വന്നു. എന്റെ പൊന്നു പ്രേക്ഷകരെ സമ്മതിച്ചു കൊടുക്കണം. ഒരു നാടകം അഭിനയിക്കുന്നത് പോലെ സ്വന്തം ജീവിതകഥ പറഞ്ഞ് വിവരിച്ച രേണു സുധിയെ കണ്ട് എന്റെ ചങ്ക് തകർന്നു പോയി. എന്റെ പൊന്നു പ്രേക്ഷകരെ, ആക്ച്വലി ഇവന്റെ നാട്ടിൽ ഇവനെ പോലെ ഇവൻ മാത്രമേ ഉള്ളൂ, അതോ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം എനിക്കറിഞ്ഞൂടാ. കാരണം രേണുവിന്റെ ജീവിതകഥ പറയുമ്പോൾ അത് നാടകമാണ് ഇവന്. കാരണം നാടകമാണ്, നീ നാടകമായിട്ടാണ് ബാക്കിയുള്ള ജനങ്ങളിലോട്ട് ഇത് എത്തിക്കുന്നത്. അതിന് മുന്നേ നീ ഒരു കാര്യം ചിന്തിക്കുക. നിന്റെ വീഡിയോസ് കാണുന്നവർ നിന്നെ സപ്പോർട്ട് ചെയ്ത് കുറേ മെസ്സേജൊക്കെ ഇടുന്നുണ്ട് വീഡിയോയ്ക്ക് താഴെ. പക്ഷെ അവർ നിന്നെ കാണുന്നത് നല്ല ഒന്നാന്തര കോമാളിയായിട്ടാണ്. അത് നീ ആദ്യം ഒന്ന് മനസ്സിലാക്കുക കേട്ടോ. നെക്സ്റ്റ് വീഡിയോ കാണാം. കള്ളത്തരം പറയാൻ മാത്രമായിട്ട് നടക്കുന്ന ഒരു സ്ത്രീയെ നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ കണ്ടോ. ഇതാണ് കറക്റ്റ്. എന്റെ പൊന്നു പ്രേക്ഷകരെ, എന്തിനാണെന്നറിയത്തില്ല, എന്നിട്ടും ഇവരുടെ PR മാർക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ലേ? ഗെയ്സ്, എൻ്റെ വരെ നല്ല രീതിയിലുള്ള വാക്കുകൾ വരുന്നുണ്ട്, പക്ഷേ ഞാൻ മാക്സിമം കൺട്രോൾ ചെയ്യും. കാരണം നല്ല രീതിയിലേക്ക് ചൊറിഞ്ഞ് വരുന്നുണ്ട്. അനീഷ് എന്തോ പറഞ്ഞല്ലോ, എന്താ കള്ളത്തരം പറയുന്ന സ്ത്രീയെ കണ്ടിട്ടില്ലെങ്കിലും കണ്ടോന്നോ. അപ്പോൾ ഇയാൾ എന്താ എടുക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. അനീഷ് എന്താ ചെയ്യുന്നത്? സത്യസന്ധനാണോ? പള്ളിയിലുള്ള അച്ഛനാണോ? എനിക്കൊന്നും മനസ്സിലായില്ല. കാരണം രേണു കള്ളത്തരം പറയുന്നു, ശരി, ഓക്കെ, ഇയാൾ പറഞ്ഞ് അംഗീകരിക്കുന്നത്. അപ്പോൾ ഇയാൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾ രണ്ടുപേരും നമ്മളെ വ്യത്യാസം എന്താ അനീഷ്? എനിക്കതിൽ ഒരു വ്യത്യാസം തോന്നുന്നില്ല. കാരണം രേണു അവളുടെ കാര്യം ചെയ്യുന്നു, നിങ്ങളത് കള്ളത്തരമാക്കി മാറ്റുന്നു. നീയാണ് വാ തുറന്ന ഫുൾ കള്ളം പറയുന്നത്. നിന്റെ വീഡിയോസിൽ ഒരു വീഡിയോ എങ്കിലും ജെന്യുവൻ വീഡിയോ ഉണ്ടോ? ഫുള്ള് കള്ളം പറഞ്ഞ ആളുകളെ പറ്റിച്ച് ചുമ്മാ വെറുതെ ക്യാഷ് ഉണ്ടാക്കി ഇങ്ങനെ ഇരിക്കുവാണ്. വേറെ എന്തെങ്കിലും ജോലിക്ക് വെക്കൂടെ? ശരി, ഓക്കെ, നീ വീഡിയോ ചെയ്യ്, വ്ളോഗ് ചെയ്യ്. രേണുവിനെ പറ്റിയില്ല, നീ വീഡിയോ ചെയ്യരുത് എന്ന് പറയുന്നില്ല, പക്ഷെ അത് മാന്യമായിട്ടുള്ള രീതിയിൽ ചെയ്യ്. ഒരാളെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ ആകരുത്. നിന്റെ വീഡിയോയ്ക്ക് താഴെ ഞാൻ നോക്കിയപ്പോൾ നെഗറ്റീവ് കമൻറ്റ്സ് ഒന്നുമില്ല. എന്താ എല്ലാ കമൻറ്റ്സും ഡിലീറ്റ് ചെയ്ത് കളയാറുണ്ടോ? കാരണം നോർമലി നമ്മളൊരു വീഡിയോ ഇടുമ്പോൾ അതിൽ നെഗറ്റീവ് കമൻറ്റ്സും വരും, പോസിറ്റീവ് കമൻറ്റ്സ് വരും. നിൻ്റെ വീഡിയോയ്ക്ക് താഴെ എല്ലാം ഈ പോസിറ്റീവ് കമൻറ്റ്സ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ചോദിച്ചതേ ഉള്ളൂ. കാരണം നീ ഇങ്ങനെയൊന്ന് കോമാളിത്തരം കാണിച്ചാലും രേണുവിനെ മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ ഒരു സ്ത്രീ എന്ന രീതിയിൽ മനസ്സിലാക്കുന്ന കുറേ ആളുകളുണ്ട് രേണുവിനെ സപ്പോർട്ട് ചെയ്യാൻ. നീ അതിനെ PR എന്നൊക്കെ വിളിക്കും. നമുക്കത് പ്രശ്നമുള്ള കാര്യമില്ല. എന്തൊക്കെ തന്നെ പറഞ്ഞാലും നിന്റെ ബാക്കി വീഡിയോ നമുക്കൊന്ന് കാണാം. 2008 കാലഘട്ടത്തിലായിരുന്നു അത്.
നിങ്ങൾ കേട്ടോ? അപ്പൊ അവിടെ ചെന്ന് നഴ്സിന് പഠിക്കാൻ ചെന്ന് അമ്മയുടെ അനിയത്ര മോളും ഉണ്ടായിരുന്നു, പപ്പാടെ എനിക്ക് മോളും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇവരുടെ കൂടെ ഞാൻ ഓർത്താ ബാംഗ്ലൂർ കാണാൻ അടിച്ചു വിളിക്കാലോ എന്ന് ഓർത്ത് പോയതാണ്. അവിടെ ചെന്നപ്പോഴത്തേന് വർഷത്തിൽ 1 മാസം മാത്രമേ ലീവ് ഉണ്ടെന്ന് അറിയാം. അന്നേരം തന്നെ ആക്ച്വലി എനിക്ക് നല്ലൊരു പ്രസംഗം കേട്ട ഫീലൊക്കെ ഉണ്ട്. കാരണം അതുപോലെയാണ് നമ്മുടെ അനീഷ് പറഞ്ഞിരിക്കുന്നത്. അല്ല, അനീഷിൻ്റെ വീട്ടിൽ ആരുമില്ല നല്ലത് പറഞ്ഞുതരാൻ, നീ ചെയ്യുന്ന തെറ്റാണടാ എന്ന് പറഞ്ഞു തരാനായിട്ട് ആരില്ല. പപ്പയില്ല, അമ്മയില്ല, സഹോദരങ്ങളില്ല. ഇനി കല്യാണം കഴിഞ്ഞതാണെങ്കിൽ വൈഫ്, എനിക്കറിയില്ല ആരൊക്കെയുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ആരുമില്ല, എടാ ഇങ്ങനെ ചെയ്യുന്ന തെറ്റാണ്, നമുക്ക് നീ വേറെ എന്തെങ്കിലും ജോലി ചെയ്ത് കുടുംബം നോക്കുന്ന പറയാനായിട്ട് ആരുമില്ല. എനിക്ക് മനസ്സിലായില്ല ആക്ച്വലി എന്താന്ന്. ഇനി അനീഷ് കുറ്റം പറഞ്ഞോ, അത് അനീഷ് പെർഫെക്റ്റ് ആയിരിക്കണം. നീ നിന്റെ കാര്യം സൈഡ് ഓക്കെ ആക്കി 100% ഓക്കെ ആയതിനു ശേഷം നീ മറ്റൊരാളെ കുറ്റം പറ. നീ പറയുന്നത് ഫുള്ള് ചളിയും ഫുള്ള് എന്താ ഈ പറഞ്ഞ ഉണ്ടാക്കി കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുവാണ് നീ. ഫുൾ നെഗറ്റീവ്, അതായത് ഇല്ലാത്തത് തന്നെ ഉണ്ടാക്കി പറഞ്ഞു. നിനക്ക് എന്തിനാണ് ഈ രേണുവിനെ പറയേണ്ട എന്ത് യോഗ്യതയാണുള്ളത്? നിനക്ക് 1% പോലും യോഗ്യതയില്ല. കാരണം രേണു പറയണതല്ല നിങ്ങൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ബാക്കി വീഡിയോ കാണാം. സ്റ്റിച്ച് കാണുന്നതും അതോടൊപ്പം തന്നെ ബ്ലഡ് കാണുന്നതും പേടിച്ചു വരണ്ട. അവിടെ നിന്ന് ഞാൻ ചാടി എന്നാണ് പുള്ളിക്കാരി പറയുന്നത്. എന്താണ് പ്രേക്ഷകരെ, സമ്മതിക്കണോ അല്ലേ? അതേടെ സമ്മതിക്കണം, നിന്നെ സമ്മതിക്കണം, നിന്റെ വീഡിയോസ് കാണുന്നവരെ സമ്മതിക്കണം കേട്ടോ. രേണുവിൻ്റെ വിദ്യാഭ്യാസം അത് എന്തോ ആയിക്കോട്ടെ, പറയുന്നത് നിനക്കെന്താണ്? നീ ചിലവിനോടത്തിട്ടാണ് രേണു പഠിക്കാൻ പോയത്. എല്ലാ കാര്യങ്ങളും നിൻ്റെ അടുത്ത് അപ്പം വിളിച്ച് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നീ ഇങ്ങനെ ഇല്ലാത്ത കഥ കെട്ടുകഥ ഉണ്ടാക്കി പറയുന്നത്. ആക്ച്വലി നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ളവർക്ക് നല്ല ഒന്നാം തന്നെ പേരുണ്ട്. എന്താണെന്ന് പറയട്ടെ, പെണ്ണൻ എന്ന് പറയും. നോർമലി ഞാൻ കണ്ടിട്ടുള്ളതിലും ഞാൻ കേട്ടിട്ടുള്ളതും വെച്ചിൽ നോർമലി മോസ്റ്റ് ഓഫ് ഗേൾസ് അവരുടെ ചിലപ്പോൾ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് കള്ളം പറയാറുണ്ട്, അല്ലെങ്കിൽ ഇവിടെ പറയുന്നത് കേട്ട് അങ്ങോട്ട് പറയാറുണ്ട്, ഇങ്ങോട്ട് പറയണം. പക്ഷെ ഞാനൊരു ബോയ്സിൽ ഒരു ആൺകുട്ടിയിൽ ഞാനത് കണ്ടിട്ടില്ല. പക്ഷെ നിന്നിൽ അത് കാണുന്നുണ്ട്. നോർമലി ഇങ്ങനെയുള്ളവരെ വിളിക്കുന്ന ഒരു പേരാണ് ഈ പറഞ്ഞ, അതായത് ഒരു നിലപാടില്ലായ്മ, എന്തെങ്കിലും സ്വന്തം നിലനിൽപ്പിന് സ്വന്തം വരുമാനത്തിന് വേണ്ടി എന്തും ഉണ്ടാക്കി പറയുന്ന നിന്നെയൊക്കെ അതേ വിളിക്കാൻ പറ്റുള്ളൂ കേട്ടോ. ബാക്കി വീഡിയോ കാണാം. പഠിച്ചപ്പോഴാണ് എന്റെ സുധിച്ചേട്ടനും കുഞ്ഞും എന്റെ ലൈഫിലേക്ക് ഇങ്ങനെ ഒഴുകി വരുന്നത്. ആ ഒഴുകി വന്നപ്പോ പഠിക്കണമെന്നുള്ള തീവ്ര വിശ്വാസമായിട്ട് പോയ ഞാൻ തീർന്ന് അതോടുകൂടി പഠിത്തവും നിർത്തി സുധിച്ചേട്ടനെ സ്നേഹിക്കാൻ വേണ്ടി. ഇതൊക്കെ തന്നെയാണ് എന്റെ ഒരു പ്രൊഫഷണൽ ലൈഫ്. അപ്പൊ തന്നെ ഞാൻ പഠിത്തവും നിർത്തി സുധിച്ചേട്ടന്റെ കൂടെ ഇങ്ങനെ പോന്നു എന്നാണ് പുള്ളിക്കാരി പറയുന്നത്. അല്ല, ഞങ്ങളൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ തന്നെ അല്ലായിരുന്നോ പറഞ്ഞേ ഈ സുധിയെ കാണുന്നതിന് മുമ്പ് വേറൊരു റിലേഷൻ ഉണ്ടായിരുന്നു, അത് ഒരു മാസം നീണ്ടു നിന്നു എന്നൊക്കെ നിങ്ങൾ ബിഗ് ബോസിന്റെ ഉള്ളിൽ തന്നെ ഇന്ന് പറഞ്ഞതാ. പറഞ്ഞില്ലയോ? അപ്പൊ അതെപ്പോ നടന്നതാ? അത് ഏവിയേഷന്റെ സമയത്ത് കഴിഞ്ഞാണോ? ആഹാ, എന്താ ഇത്? അപ്പോഴാണ് നിങ്ങൾ ഈ പറയുന്ന മനുഷ്യനെ കണ്ടുമുട്ടുന്നത്. നിങ്ങൾ പഠിത്തം കഴിഞ്ഞിട്ട് നിങ്ങളുടെ കല്യാണത്തിന്റെ കാര്യമോ നിങ്ങളുടെ ആദ്യത്തെ റിലേഷന്റെ കാര്യമോ നിങ്ങൾ ഈ ഒരു കഥയിൽ പറഞ്ഞിട്ടില്ല. പറയാതെ നിങ്ങൾ നേരെ പോയി സുധിയിൽ കൊണ്ടുപോയാണ് നിർത്തുന്നത്. മത്സരാർത്ഥികളോട് ഇടയ്ക്ക് പറയുന്നുണ്ട്, എനിക്ക് ഇതിനു മുമ്പ് ഒരു ഇതുണ്ടായിരുന്നു, 1 മാസം അത് നിന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഒരു ബന്ധുക്കോസുകാരനുമായിട്ട്. അപ്പൊ അതൊന്നും ഇതിനോട് കൂട്ടി കൊള്ളിച്ചില്ല. അത് ഏത് സമയത്തായിരുന്നു? രേണുവിൻ്റെ പേഴ്സണൽ ലൈഫിൽ കയറി ഇടപെടാനും ക്വസ്റ്റ്യൻ ചോദിക്കാനും അനീഷ് ആരാ? എല്ലാ കാര്യവും എന്തുണ്ടെങ്കിലും അനീഷിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ് ഹാജറിട്ടിട്ട് വേണം രേണുവിൻ്റെ കാര്യം ചെയ്യാൻ. ഒരിക്കലും ഇല്ല. ചിലപ്പോൾ മേ ബി രേണു പ്രണയിക്കട്ടെ, പ്രണയിക്കാതിരിക്കട്ടെ, അത് അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. അതിലൊന്നും കയറി ഇടപെടാൻ നീ ബന്ധക്കോസുകാരനല്ലേ സ്നേഹിച്ചിട്ട് അങ്ങനെ ഇങ്ങനെ എന്ത് കോമാളിത്തരമാണ്. ചിലപ്പോൾ മേ ബി നിൻ്റെ വീഡിയോസ് കണ്ടിട്ട് നിന്നെ കൈയടിക്കുന്ന കുറേ പേരുണ്ടാവാം. പക്ഷെ നീ ഓർക്കേണ്ട ഒരു കാര്യം, നീ ഒരു സ്ത്രീ, ഒരു വുമൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ വെച്ചിട്ടാണ് നീ നിന്റെ കുടുംബത്തിനെ പോറ്റുന്നത് എന്നുള്ളതാണ്. നിന്നെക്കാളും 100% അന്തസ്സോടെ രേണു ജോലി ചെയ്തിട്ടാണ് കുഞ്ഞുങ്ങളെ നോക്കുന്നത്. ഇതാണ് നിൻ്റെയും രേണുവിൻ്റെയും വ്യത്യാസം എന്ന് പറയുന്നത്. നിനക്ക് 1% പോലും അവളെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട അധികാരവുമില്ല, അവളെ പറയേണ്ട അധികാരവുമില്ല. കണ്ടന്റ് ക്രിയേറ്റർ ആണെങ്കിൽ നീ ക്രിയേറ്റ് ചെയ്യുക, ഓണായിട്ട് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരുടെ ലൈഫിനെ വെച്ചിട്ട് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യുക അല്ല. നിനക്കല്ലേ വേറെ എന്തൊക്കെ കഴിവുണ്ടല്ല, വേറെ എന്തോരം ന്യൂസ് ഉണ്ട്, വേറെ എന്തോരം വീഡിയോസ് എന്തോരം വരുന്നുണ്ട്. അത് വെച്ച് നീ എന്ത് ചെയ്യുക, നീ നല്ല നല്ല വീഡിയോസ് ചെയ്തിടുക. ഇതാണ് ഗെയ്സ് എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇനി ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം ചിലപ്പോൾ ഞാൻ പറഞ്ഞതിനോട് യോജിക്കാം, ചിലപ്പോൾ ഇല്ലാതിരിക്കാം. നിങ്ങളുടെ അഭിപ്രായം നെഗറ്റീവായാലും പോസിറ്റീവായാലും തീർച്ചയായിട്ടും എൻ്റെ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. നാളെ മറ്റൊരു വീഡിയോയുമായി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നതാണ്. അതുവരെ ബൈ ബൈ.